ഈ ഒരു മാസം കുമ്പസാര ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറ്റലിയിലെ വെസ്റ്റേൺ ആൽപ്സ് മലനിരകൾക്കിടയിലുള്ള വിശുദ്ധ അന്നയുടെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2080 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദിവസവും 3 കുർബാന വീതമുണ്ട്. കുമ്പസാരത്തിന് ഒത്തിരിയേറെ ആളുകളും വരാറുണ്ട്. കൂടുതലും എബവ് 60s ആണ് വരുന്നത്. ഒരു വടി കുത്തിപ്പിടിച്ച് ഇങ്ങനെ മല കയറി വരികയാണ്. അവരുടെ വയ്യായികയൊന്നും പരിഗണിക്കാതെ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി തന്നെയാണ് കുമ്പസാരിക്കുന്നത്. കുറേ സമയമെടുക്കും. പറയുന്നത് ഏറെയും അവരുടെ പാപങ്ങളല്ല, വിഷമങ്ങളും കഷ്ടതകളും ഒക്കെയാണ്. അത് പറയുന്നതിനിടയിൽ അവരുടെ കണ്ണുനീരും മൂക്കുനീരും ഒക്കെ വീണ് അവർ മുട്ടുകുത്തി ചാരി നിൽക്കുന്ന ആ പ്രതലം ഇങ്ങനെ നനഞ്ഞു കുതിരുന്നുണ്ട്. അതിൻ്റെ നിറവും മങ്ങിയിട്ടുണ്ട്. അവരുടെ വിഷമങ്ങളൊക്കെ ആ കുമ്പസാരക്കൂട്ടിൽ ഇറക്കി വെച്ചിട്ട് ആശീർവാദവും വാങ്ങി തിരികെ പോകുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു പ്രസാദമുണ്ട്. ഈശോ അവരുടെ പാപഭാരവും ദുഃഖഭാരവും ഒക്കെ ഏറ്റെടുത്ത് അവരെ ആശ്വസിപ്പിച്ച് വിട്ടയക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണതെന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. ആരും കേൾക്കാനില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ സീനിയർ സിറ്റിസൺസിൻ്റെ ഏറ്റവും വലിയ ദുഃഖം. അവരെ കേൾക്കാൻ ആരുമില്ല, പരിഗണിക്കാൻ ആരുമില്ല. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ അവർ സന്തോഷത്തോടെ കഴിയുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവരുടെ അടുത്ത് ഇരുന്ന് ഒരു ഇത്തിരി നേരം ഒന്ന് സംസാരിക്കാനൊന്ന് ശ്രമിച്ചു നോക്കുക. അവരുടെ വിഷമങ്ങൾ ഒന്നൊഴിയാതെ അവർ പറയുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് യുഗത്തിൽ നമുക്കൊരു 6.4 ഇഞ്ച് മൊബൈലിൽ എല്ലാ കാര്യങ്ങളും കിട്ടും. ഇതൊന്നും ഉപയോഗിക്കാൻ അറിയാത്ത, ഇതിൻ്റെ ABCD അറിയാത്ത നമ്മുടെ ഈ പ്രായം ചെന്ന മാതാപിതാക്കന്മാർക്ക് അവരെങ്ങനെയാണ് അവരുടെ സമയം മുന്നോട്ട് കൊണ്ടുപോവുക? പണ്ടൊക്കെ അയൽവക്കത്തൊക്കെ പോയിരുന്ന് വർത്തമാനം പറഞ്ഞ് സന്തോഷിച്ചവരാണ് അവർ. ഇന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലിരുന്ന് അവരുടെ സങ്കടം കടിച്ചമർത്തുകയാണ്. ശരിയാണ്, അവരോട് ഇടപഴകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓർമ്മകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോഡിയത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ഇച്ചിരി പിടിവാശിയും ദേഷ്യവും ഒക്കെ കൂടുതലാണ്. അതൊക്കെ മനസ്സിലാക്കി അവരെ ഒന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ നമ്മുടെ ഭാവി ഉറപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ പറയാറുണ്ട്, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് നാളെയുടെ ഭാവിയെന്ന്. എന്നാൽ നമ്മുടെ ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെ നിർണയിച്ചു വെച്ചവരാണ് നമ്മുടെ ഈ മുതിർന്ന മാതാപിതാക്കളെ. അവരെ മറക്കരുത് കേട്ടോ.